നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ സമയം ഏതാണ്ട് സായം സന്ധ്യ. ശരിക്കും പർച്ചേസിങ്ങിൻ്റെ ഒക്കെ ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു സമയം എന്നൊക്കെ പറയുന്നതാണ് ഒരു വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമുള്ളൊരു സമയം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നല്ല തിരക്കാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഫാമിലീസൊക്കെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വന്നു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, അപ്പോൾ ഒരുപാട് നമ്മൾ കഴിഞ്ഞ ടീം പറയുന്നത് പോലെ തന്നെ ഏറ്റവും എന്താ പറയുക, ഒരുപാട് സ്പെഷ്യൽ ഓഫേഴ്സ് ഡിസ്കൗണ്ടുകളൊക്കെയാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലൂടെ ഓരോ പ്രൊഡക്റ്റുകൾക്കും ഓരോ ദിവസം ഓരോ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾക്കൊക്കെ ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഓഫർ എന്നുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇവിടുന്ന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നൽകുന്ന പർച്ചേസ്, അതുപോലെ തന്നെ ഇവിടെയുള്ളൊരു സർവീസ് എന്നൊക്കെ പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള സർവീസാണ്. അപ്പോൾ ശരിക്കും അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ടീം പരിചയപ്പെടാം. പേരെന്താണ്? പേര് ആൻസി. എവിടെ സ്ഥലം എവിടെയാണ്? സ്ഥലം പാനൂര് ചെറുപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. പാനൂരാണ് അല്ലേ? എന്താ വർക്ക് എന്താണ്? ഞാൻ അഡ്വക്കേറ്റ് ആണ്. എവിടെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പേരെന്താ? വിജിന. വിജിന എവിടെയാണ് സ്ഥലം? ചാല. ചാല. ജിൻസി. താഴ്ചുവ. അനുഷ മട്ടന്നൂർ. എല്ലാവരും അഡ്വക്കേറ്റ് മേഖലയിൽ തന്നെ എവിടെ ചെയ്തോണ്ട് പി ജി എവിടെ ചെയ്യുന്നു പറഞ്ഞു? PG പാലയാട്, കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഓക്കെ. അപ്പോൾ ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഞങ്ങൾക്ക് ഇന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ വിസിറ്റ് ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അങ്ങനെ വന്നതാണ്. ഓക്കെ. സാധാരണ പർച്ചേസിംഗ് എന്ന് പറയുന്ന സംഭവം വരുന്ന സമയത്ത് ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ടോ? മുന്നേ വന്നിട്ട് പർച്ചേസ് വന്നിട്ടുണ്ട്. മുന്നേ ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടി വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ. ഇവിടെയുള്ളൊരു സാധാരണ ഈ പർച്ചേസിംഗ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു കുത്തകയാണ്. ഇവിടെ വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി എന്താണ്? ഞങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കുറേ വേണ്ട ഐറ്റംസ് ഒക്കെ കിട്ടാറുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടാറുണ്ട്. നല്ല സർവീസാണ്. ചേച്ചിമാരൊക്കെ ചേട്ടന്മാരൊക്കെ വളരെ നല്ല. അപ്പോൾ നിങ്ങളുടെ ഈ അഡ്വക്കേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഒരു നിങ്ങളുടെ ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ഫോറൻസിക്കുമായി ബന്ധപ്പെട്ട് അങ്ങനെ മാറ്റങ്ങൾ വരും. ഓരോ ദിവസങ്ങൾ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വരും. ക്ലിനിക്കൽ ലീഗൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നത് ഇന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്. ഇതിനെതിരെ ഞങ്ങൾ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെക്കണം. ഞങ്ങളെ കോഴ്സിൻ്റെ ഒരു ഭാഗമാണ്. ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യം. ഇപ്പം നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇപ്പോഴത്തേക്ക് ഒരു കഷായവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളും കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ ഇപ്പം സുരക്ഷിതരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് 100% സത്യസന്ധമായിട്ടുള്ള ഒന്നാണോ? അങ്ങനെയല്ല എന്തായാലും. പക്ഷേ ഇന്നത്തെ നിയമങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. ഗവൺമെൻറ് എല്ലാ ഫെസിലിറ്റീസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്തോ സാധനങ്ങൾ എന്തെങ്കിലും? ഞങ്ങൾ വന്ന കാര്യം പറയാം. ഞങ്ങൾ വന്നിരിക്കുന്ന കണ്ണൂർ വിഷൻ ചാനൽ ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൻ്റെ പേര് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഓക്കെ. സാധാരണ പർച്ചേസിങ്ങിനൊക്കെ എടുക്കുന്ന സമയത്തിനാണ് ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ അത് സാധനം എടുക്കുന്നതനുസരിച്ചിട്ടാണ് എന്തായാലും ഒരു ബൾക്കായിട്ട് എടുക്കുമ്പോൾ അതിനനുസരിച്ച് ടൈം എടുക്കും. ഇവിടെ നമ്മൾ തരുന്ന സമയം എന്ന് പറഞ്ഞാൽ വെറും 5 മിനിറ്റ് സമയം മാത്രം. ഓക്കെ. ഈ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് 2 ടീമാണ്. നിങ്ങൾ 2 പേര്, ഒരു ടീം 2 പേര്. എത്ര സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഞങ്ങൾ അവിടെ ഒരു ഗ്ലാസ് ബോക്സിൽ ഒരു റേറ്റ് എഴുതിയിട്ടുണ്ടാവും. ഞങ്ങളല്ല, ഗ്രീൻസിൻ്റെ അവർ. അത് എത്രയാണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാറിയാതെ. ചിലപ്പോൾ എക്സാമ്പിൾ ഒരു 6000 to 6500 ആയിരിക്കാം, 8000 to അങ്ങനെ ഒരു റേറ്റ് ആയിരിക്കും, 9000 മുകളിലായിരിക്കാം. പക്ഷേ എന്തായാലും 10,000 ചുവടെയുള്ള റേറ്റാണ് പൊതുവെ എഴുതി വെക്കാറ്. അപ്പോൾ 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് 2 ടീമായിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. വലിയ സാധനങ്ങൾ, കുട്ടി പ്രൊഡക്റ്റുകൾ, അത് റേറ്റ് ആലോചിച്ച് ചെയ്യാം. സെയിം പ്രൊഡക്റ്റുകൾ, സെയിം വെയിറ്റുള്ള സെയിം പ്രൊഡക്റ്റ് വന്നാൽ അത് ഗെയിം ഒന്ന് ഔട്ടാവും. ബാക്കി വരുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് ടോട്ടൽ കൂട്ടി നോക്കിയിട്ട് ഞങ്ങൾ ആ റേറ്റും അവിടെ ഗ്ലാസ് ബോക്സിൽ വെച്ചിരിക്കുന്ന റേറ്റിന് ഒരു താരതമ്യം ചെയ്തിട്ട് അതിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തല്ല അതിൻ്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട്. ചുമ്മാ ഒന്ന് മത്സരിച്ചൂടെ? പിന്നെന്താ. അപ്പോൾ ഇവർ മത്സരിക്കാം എന്ന് പറയുന്നു. ഇവർക്കുള്ള ഒരു സമയം കൊടുക്കാൻ പോകണം. 5 മിനിറ്റാണ് സമയം. ഈ 5 മിനിറ്റിനുള്ളിൽ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഗെയിം. ഓക്കെ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, വലിയ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം പെട്ടെന്ന് റേറ്റ് ഹൈ ലെവലിലേക്ക് പോകും. ചിലപ്പോൾ എഴുതി വെച്ചതിനേക്കാളും അപ്പിലേക്ക് പോകും. അപ്പോൾ നോക്കി മെല്ലെ 5 മിനിറ്റ് സമയമുണ്ടല്ലോ. അപ്പോൾ ഇവർക്കുള്ള ട്രോള് റെഡിയാണ്. ട്രോള് റെഡി. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ റെഡിയാണല്ലോ. ഞാൻ ടൈം കൗണ്ട് ചെയ്യാണ്. റെഡി? 5 4 3 2 1 0. മെല്ലെ പോയാൽ മതി. എടുത്തിട്ട് നേരെ ഇവിടേക്ക് വന്നാൽ മതി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.
5 മിനിറ്റ് കൊണ്ട് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുമായിട്ട് ഞങ്ങളുടെ കൗണ്ടറിൽ വന്നു. പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വനിതയ്ക്ക് ഒരു ടീം പർച്ചേസ് ചെയ്തത്. കാര്യമാണ് കേട്ടോ. പോണ പോക്കിൽ തട്ടി പോണ പോയതാണ്. എടുത്ത് വെച്ചാൽ രണ്ട് ടീമും കൂടിയിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ്, ടോട്ടൽ റേറ്റ് എത്രയായിരുന്നു? 5549. 5549 രൂപയുടെ സാധനങ്ങളാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സെയിം പ്രൊഡക്റ്റ് വന്നിട്ടില്ല, അതുകൊണ്ട് ഔട്ടല്ല. 5549 രൂപയുടെ ആ റേറ്റിലാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, MRP റേറ്റ്. ഇനി എനിക്ക് വേണ്ടത് ഈ എംബലപ്പിൽ ഈ കവറിനുള്ളിൽ ഇവർ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നോക്കാം. അതിന് മുകളിലാണോ അതിന് താഴെയാണോ എങ്ങനെയുള്ളതും, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലാണോ വരുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. 5549 എന്നുള്ള റേറ്റും ഇതിലെഴുതിയിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 5000 to 5700 നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 5549. 5549 രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഇവിടെ എഴുതിയിരിക്കുന്നത് 5000 to 5700. അപ്പോൾ നമുക്ക് ഈ ക്യാപിറ്റൽ മാളിലുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ നിന്നും ഒരു വിജയികളെ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അടിപൊളി, സൂപ്പറായിട്ട് നന്നായിട്ട് ചെയ്തു കേട്ടോ. 5000 to 5700. ഇത് എഴുതിയിരിക്കുന്നത് 5549 റേറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ വിജയികളാണ് നിങ്ങൾ. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സ്നേഹ സമ്മാനങ്ങളുണ്ട്. ഓക്കെ, ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിലെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയികൾ 4 പേര് അങ്ങനെ റെഡി ആയിട്ട് അങ്ങ് നിൽക്കട്ടോ. കാരണം ഏതാണ്ട് 5000 to 5700 ആയിരുന്നു റേറ്റ്. അതിൻ്റെ ഇടയിൽ വരുന്ന റേറ്റിലാണ് ഇവർ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്തത്. വെൽ പ്ലാൻഡ് ആയിരുന്നല്ലേ? അല്ലേ? ശരി, അപ്പോൾ ഇവർക്കുള്ള ഞങ്ങളുടെ ഈ ഒരു എപ്പിസോഡിലെ സമ്മാനങ്ങൾ നൽകുകയാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ. ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ? ഇതിലിപ്പോൾ ഇത് ആര് കൊണ്ടുപോകും എങ്ങനെയാണെന്നുള്ളതാണ് പ്രശ്നം. ഇനി ഇത് ബാധിക്കാൻ വേണ്ടി ഞാൻ വരേണ്ടി വരുമോ? അപ്പോൾ ഇവർക്കുള്ള ഒരു സ്നേഹ സമ്മാനമാണ്. ബിരിയാണി മസാല റൈസാണ് ഇത് വരുന്നത്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം എല്ലാവരും കൂടിയിട്ടോ. ഓക്കെ, പ്ലസ് ഓർ മൈനസ് സമ്മാനം എന്താ? അടുത്ത സമ്മാനം എല്ലാവരും കൂടി ടച്ച് ചെയ്തോളൂ. ക്യാപിറ്റൽ മാളിലെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഞങ്ങൾ എപ്പിസോഡ് ചിത്രീകരിച്ചത്. അതിലെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയികളാണ്. ഓരോ ടീമായിട്ട് കൊടുത്തോളൂ. ഇവർ 2 പേരും ഒരു ടീമായിരുന്നു, ഇത് 2 പേരും സാർ കൊടുത്തു, അവർ കൊടുത്തു. അപ്പോൾ ഓക്കെ ആണല്ലോ. 5 മിനിറ്റ് കൊണ്ട് ഏതാണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പർച്ചേസ് ചെയ്ത് സമ്മാനം കിട്ടിയില്ലേ? ഞാൻ ചോദിക്കണേ, ഇത് ബാധിക്കാൻ വേണ്ടി എന്നെ വിളിക്കരുത്. ഇനി അടിപിടി കൂടാൻ പാടില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ടീം. നമസ്കാരം. അസ്സലാമു അലൈക്കും. സുഖമായിരിക്കുന്നു? ഹാപ്പിയാണ്? എവിടെ സ്ഥലം? എവിടെയാണ്? ശരിക്കും പിണറായി. അപ്പോൾ ശരിക്കും പിണറായിയാണ്? ശരിക്കും പിണറായി. ഓക്കെ, എന്താണ് ജോലി? എന്താണ് ജോലി? എനിക്ക് ഇവിടെ ലേഡീസിന്റെ ബുട്ടീക്കാണ്. എവിടെയാണത്? താഴെ ചൊവ്വയിലാണ്. ഓക്കെ, പേര് പറഞ്ഞില്ല. ബ്ലോക്ക് ബുട്ടീക്ക്. ഓക്കെ, ചേട്ടൻ്റെ പേര്? റാഷിദ്. ഇപ്പോൾ അവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഒരു 3 വർഷമായി. 3 വർഷത്തോളം. ഓക്കെ, നമ്മുടെ കണ്ണൂരിൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങൾ എങ്ങനെയാണ്? മാറ്റങ്ങളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു യാത്രകളിൽ ഏറ്റവും കൂടുതൽ ഒരു സൗന്ദര്യം നിലനിൽക്കുന്ന ഒരു സ്ഥലം എന്ന് കണ്ടതിൽ വെച്ച് എവിടെയാണ്?
പ്രത്യേകിച്ചും സ്ത്രീകളുടെ സൗന്ദര്യം അല്ലെങ്കിൽ കൂടുതൽ ഇതുപോലെ ഒരു ബുട്ടീക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു ജോലി സാധ്യത കൂടുതലുണ്ടെന്ന് തോന്നിയ ഒരു സ്ഥലം ഏതാണ്? കേരളത്തിൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരളം എവിടെയാണ്? കൊച്ചി കൊച്ചി. കുറച്ചും കൂടി അപ്ഡേറ്റ് അതെ, ആയിട്ട് അത്യാവശ്യം കണ്ണൂർ അപേക്ഷിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് മാറാൻ ഇനിയുണ്ടോ? ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായിട്ടും ബന്ധപ്പെട്ട്, അതായത് എറണാകുളം നമ്മുടെ കണ്ണൂരും സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബിസിനസ് വളരെ കുറവാണ് കണ്ണൂർ. കുറവാണ്. അതായത് അല്ല, ഇപ്പം മാറ്റങ്ങൾ എയർപോർട്ടും കാര്യങ്ങളൊക്കെ വന്നു, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പോലും എന്തോ ഫുൾ സക്സസ് അല്ല. ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് നോക്കിയാൽ മതി. ഇപ്പൊ ക്യാപിറ്റൽ മാളിന്റെ മുമ്പിലുള്ള അവസ്ഥ നോക്കിയാൽ ഫുൾ ബ്ലോക്കാണ്. ഫുൾ ബ്ലോക്കാണ്. അത്രയും റഷായിട്ടാണ്. ഇങ്ങോട്ടേക്ക് തന്നെ വണ്ടി കയറാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ അവിടെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ. ചേച്ചിയുടെ പേരെന്താണ്? ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സാധാരണ ഇങ്ങനെയുള്ള ഈ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് ലേഡീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആയതുകൊണ്ട് ഡിസ്കഷൻ അല്ലെങ്കിൽ പുതിയ സ്റ്റൈലിനെ കുറിച്ചൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിൽ പുറത്തുള്ള സ്ഥലങ്ങൾക്ക് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ പഠിക്കാൻ വരുന്നുണ്ട്. ഇവിടെ അവർ വരുന്നത് കൊണ്ടല്ലേ ചില ഒരു മാറ്റങ്ങൾ ഈ ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് അതിലൊക്കെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാനും ഉണ്ട്. ഒരു ഓവറായിട്ടുള്ള മാറ്റം അത് കണ്ണൂരിന് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. മാറും. ഇപ്പോൾ തന്നെ ഒരു 10-80% മാറിയില്ലേ? പിന്നെ അതിപ്പോ എന്തായാലും നമുക്കിപ്പോ ഈ കൊച്ചി എറണാകുളം ആ ഒരു ഇതിലൊന്നും വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അത്രത്തോളം ഡെവലപ്മെന്റ് എന്തായാലും വരില്ല. എന്നാലും ശ്രമിച്ചാൽ ഇനിയും വരും. ഇനി വളർന്നു വരുന്ന മക്കള് എന്തായാലും ഓൾറെഡി എന്തായാലും ഈ പഴഞ്ചൻ സ്റ്റൈലിലൊക്കെ കാലഘട്ടമൊക്കെ പോയില്ലേ? അതെല്ലാം കഴിഞ്ഞു. അതെ, മോഡൽ ഇപ്പൊ ഒരുപാട് ബൊട്ടീക്സ് എല്ലാം ഒരുപാട് വന്നില്ലേ? ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആണെങ്കിലും മമ്മൂട്ടിനെ പോലെ നടക്കണമെന്നുള്ള ചിന്തിക്കുന്ന ആളാണ്. അല്ല, പിന്നെ ഇപ്പോഴത്തെ സിനിമ സീരിയലിനൊക്കെ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ സാധാരണ പർച്ചേസിങ്ങിന് വരുന്നത് ഇവിടെ ഗ്രീൻസിൽ തന്നെയാണ് പൊതുവെ വരാറ്. ഇവിടെയുള്ള ഒരു പോസിറ്റീവ് എനർജി എന്താ തോന്നുന്നത്? കംഫർട്ടാണ്. ഞാൻ വേറെ എവിടെയും പോകില്ല. ഒന്നെങ്കിലും തലശ്ശേരി ഗ്രീൻസ് അല്ലേ കണ്ണൂര്. ഇവിടെ ഹാപ്പിയാണ് ഇവിടെ. പിന്നെ ഒന്നും പറയാനില്ല. ഇവിടുന്ന് ഈ ഗ്രീൻസ് പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് വേറെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ എനിക്ക് അതൊരു കംഫർട്ടല്ല. കിട്ടൂല. നമുക്കത് ശരിക്കും അത് പറയേണ്ടത് തന്നെയാണ്. ഇപ്പൊ തന്നെ പറഞ്ഞ പോലെ ഉപ്പോട്ട് കർപ്പൂരം വരെ ഒരു കുടുക്കിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഞങ്ങളുടെ കാര്യം പർച്ചേസിങ്ങിന് പൊതുവേ നമ്മളൊരു ഭാര്യയുടെ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ വെറുതെ പോസ്റ്റ് ആവുന്ന ഒരു സ്റ്റൈലുണ്ട് പൊതുവേ. അവരുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ് അവരുടെ സ്റ്റൈല് ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ സമയം തന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് സുഖമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷെ ഒരു 5 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. പക്ഷേ ഒരു 100 രൂപ കിട്ടുന്ന വ്യക്തിയും 1000 രൂപ കിട്ടുന്ന വ്യക്തിയും തുല്യതയാണ്. പക്ഷെങ്കിൽ നമുക്ക് ഒരേപോലെ ജീവിക്കാന്നുള്ള അങ്ങനെയാണ്. അതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാകേണ്ടത്. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. 100 രൂപ കിട്ടുന്നതും 1000 രൂപ കിട്ടുന്നതും ആ തമ്മിൽ നമുക്ക് 100 രൂപക്കും ജീവിക്കാം, 1000 രൂപക്കും ജീവിക്കാം. പക്ഷെ അത് ഒരേ മനസ്സായിരിക്കും. അതിനാണ് ഏറ്റവും വലുത് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള 2 പേർക്കുള്ള ട്രോളി ഇവിടെ റെഡിയാണ്. ഓക്കെ, നല്ല വിശാലമായുള്ള സ്ഥലമുണ്ട്. ഒരുമിച്ച് പോകരുത്, ഒരുമിച്ച് പാടില്ല വെച്ചാൽ നിങ്ങളിപ്പം ഇവിടെ വേറൊരു കാര്യം, സെയിം പ്രൊഡക്റ്റ് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇത് കണ്ടില്ല, റെഡ് ലേബിൾ എന്ന് പറയുന്ന ചായപ്പൊടി. ഈ ചായപ്പൊടി ചേച്ചി കൊടുത്തു ചേട്ടനും എടുത്തു കഴിഞ്ഞാൽ അത് ഗെയിമിൽ നിന്ന് ഔട്ടാവും. മറിച്ച് ചേട്ടൻ 1 കിലോയുടെ എടുത്ത് ചേച്ചി 1/2 കിലോയുടെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഗെയിമിൽ നിന്ന് ഓക്കെയാണ്. ഓക്കെ, സെയിം വെയിറ്റ് സെയിം പ്രൊഡക്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, 5 മിനിറ്റ് സമയം 2 പേരും നിങ്ങളുടെ കൂടെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. വലിയ പ്രൊഡക്റ്റിൽ കുഞ്ഞു സാധനങ്ങൾ നോക്കി റേറ്റ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. നമ്മളൊരു ഗ്ലാസ് ബോക്സിൽ ഒരു റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ. നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ ഔട്ടാവുന്ന പ്രൊഡക്റ്റിൽ മാറ്റി ബാക്കി വരുന്ന റേറ്റുകളുടെ MRP റേറ്റ് കൂട്ടി നോക്കിയിട്ട് വരുന്ന ടോട്ടൽ റേറ്റും 2 പേരോടും എടുത്തിരിക്കുന്ന ടോട്ടൽ റേറ്റ് കൂട്ടി നോക്കിയിട്ട് വരുന്ന റേറ്റും ആ ഗ്ലാസ് ബോക്സിൽ ഇരിക്കുന്ന ഏത് റേറ്റാണ് നമുക്കറിയത്തില്ല, അതും ഏതാണ്ട് തുല്യമായിട്ട് വരും. അതിൻ്റെ നടുക്കോ അല്ലെങ്കിൽ അതിന് എക്സാമ്പിൾ ചിലപ്പോൾ 7000 to 7500 ആയിരിക്കാം, 6000 to 6500 അതിന് മുകളിലായിരിക്കാം, ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് നോക്കി ചെയ്താൽ മതി. ചിലപ്പോൾ അതിന് കുറവായിരിക്കാം, അവർ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ 3000 3500 ആണ്, അതാണ് പറയുന്നത്, അതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർക്കുള്ള ട്രോളി റെഡിയാണ്. അപ്പോൾ 2 ട്രോളി എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് കൗണ്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പോവാം, മെല്ലെ. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തു, ചേട്ടൻ അങ്ങോട്ട് പോയിക്കോളൂ, ഞാൻ കോസ്മെറ്റിക്സിൻ്റെ ഭാഗത്ത് ഞാൻ കൈകാര്യം ചെയ്യാതെ അല്ലേ, വെൽ പ്ലാൻഡ് ഒക്കെയാണ്. ഇതൊന്നും നേരത്തെ പറയണ്ടായിരുന്നല്ലേ. ശരി, അപ്പോൾ ഇവർക്കുള്ള ട്രോളി റെഡിയാണ്. രണ്ടുപേരും
5 മിനിറ്റ് നമ്മൾ സമയം കൊടുക്കുന്നു. 5 മിനിറ്റ് സമയത്തിനുള്ളതാണ് മത്സരിക്കേണ്ടത്. സാധനം പർച്ചേസ് ചെയ്ത് വരേണ്ടത് ± നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വെച്ച് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 4 3 2 1 0. മെല്ലെ പോയാൽ മതി, സാവധാനം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അവർ ടോട്ടൽ റേറ്റ് എന്ന് പറയുന്ന മോൻ എത്രയായിരുന്നു? 16,123.
16,123 രൂപയുടെ സാധനങ്ങളാണ് ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ എൻവലപ്പിൽ എഴുതിയിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കേണ്ടത്. 16,123 എന്നുള്ളതാണ് അവിടെയുള്ള റേറ്റ്. ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ റേറ്റാണ് ഇനി പറയാൻ പോകുന്നത്. 16,123 എന്നുള്ള റേറ്റും ഈ പേപ്പറിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 9,000 to 9,700 എന്നുള്ള റേറ്റ് ആയിരുന്നു എഴുതിയിട്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ല, എന്നാലും നല്ല രീതിയിൽ ചെയ്തല്ലോ. 9,000 to 9,700 എന്നുള്ളതാണ് ഇവർ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ്. പക്ഷേ ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 16,123 എന്നുള്ള റേറ്റാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല രീതിയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഗംഭീര പർച്ചേസാണ്. അപ്പോൾ ഇവർക്കുള്ള ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനമുണ്ട്, 2 പേർക്കുള്ള സ്നേഹ സമ്മാനം. ഞങ്ങളുടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ സ്നേഹം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഞാൻ എപ്പിസോഡിൻ്റെ ആദ്യ ടൈം പറഞ്ഞതുപോലെ തന്നെ ഒരു വൈകുന്നേര സമയമാണ്. ഒരുപാട് നല്ല ആൾക്കാർ, ഒരുപാട് ഫാമിലീസൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും സ്വാഗതമാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലേക്ക്. ഇപ്പോൾ ഞങ്ങൾ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാപിറ്റൽ മാൾ, കണ്ണൂർ ക്യാപിറ്റൽ മാളിലെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വെച്ചാണ്. ശരി, അതായത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ടീമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ, ബൈ.